ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ആരും ചെയ്ത് കണ്ടിട്ടില്ലാത്തൊരു സോപ്പാട്ടോ ഞാൻ ചെയ്യാൻ പോകുന്നത്. ലൂഫ വെച്ചിട്ടുള്ളൊരു സോപ്പാണ്. മലയാളം വീഡിയോസിലൊന്നും ഞാൻ കണ്ടിട്ടില്ല, തമിഴിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ആദ്യം വേണ്ടത് നമുക്ക് ലൂഫയാണ്. പല നാട്ടിലും പല പേരാവില്ലേ ഇതിന് പറയാം, എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ലൂഫ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നല്ലവണ്ണം നമുക്ക് തൊലിയൊക്കെ കളഞ്ഞെടുക്കാം കേട്ടോ. എന്നാലും നമ്മുടെ പ്രകൃതിയിലേ ഉണ്ടാവുന്ന സാധനങ്ങളല്ലേ, സ്ക്രബ്ബർ വരെ നമ്മുടെ പ്രകൃതി നമുക്ക് തരുന്നുണ്ട് അല്ലേ. അതേപോലെ സോപ്പ് നട്ട് എന്നൊക്കെ അറിയാവുണ്ടാവും, അതൊക്കെ ഒരു സോപ്പ് പോലെ ഉപയോഗിക്കാം സോപ്പ് നട്ടൊക്കെ. അപ്പോൾ പ്രകൃതി തന്നെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ തരുന്നുണ്ടെന്ന് ആലോചിക്കുമ്പോൾ തന്നെ വളരെ ഒരു ഇതല്ലേ. ഇങ്ങനെ എനിക്കറിയില്ലായിരുന്നു കേട്ടോ ഇങ്ങനത്തെ ഒരു സ്ക്രബ്ബറുള്ള കാര്യമൊന്നും. ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയപ്പോൾ ചെയ്ത സോപ്പാട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കുക. നല്ല റിസൾട്ടൊക്കെ ഞാൻ ചെയ്ത് നോക്കി, വീട്ടിൽ യൂസ് ആക്കി നോക്കിയാൽ നല്ല നല്ല സോപ്പാണ് കേട്ടോ. അപ്പോൾ അതാ ലൂഫ് എടുത്തിട്ട് റൗണ്ടാക്കി കട്ട് ചെയ്യുക കേട്ടോ. ഈ ലൂഫിൻ്റെ ഉള്ളിൽ നിറയെ അതിൻ്റെ സീഡ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ സീഡ്സൊക്കെ നമ്മൾ കളഞ്ഞെടുക്കണം കേട്ടോ. ഞാൻ ആദ്യം പൊട്ടിക്കുന്ന മുന്നേ അത് കുലുക്കിയപ്പോൾ കുറേ വന്നിരുന്നു. പിന്നെ നമ്മൾ അത് തൊലിച്ചപ്പോഴും അതിൻ്റെ ഉള്ളിൽ നല്ലോണം സീഡ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ചെറിയ ഒരു പാകത്തിനാക്കി എടുക്കുക, കട്ട് ചെയ്തെടുക്കുക. പറ്റ് ചെറുതും ആക്കണ്ട, ഒരുപാട് വലുതായാലും നമ്മളെ മുകളിൽ നിന്ന് കുറേ മുകൾക്ക് നിൽക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ കട്ടാക്കി ഒരു 5 പീസൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇത് ചെയ്യാൻ പോകുന്നത് എൻ്റെ കയ്യിൽ പണ്ടുണ്ടായിരുന്ന ഒരു ബേസ് വെച്ചിട്ടാട്ടോ. റോസിൻ്റെ ഒരു ബേസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് എടുത്ത് വെച്ചതായിരുന്നു. പിന്നെ എന്തെങ്കിലുമൊക്കെ ഓർഡർ കിട്ടുമ്പോൾ ചെയ്യാമെന്ന് വെച്ചപ്പോൾ, അപ്പോൾ ഇതിങ്ങനെ ചെയ്യാൻ നോക്കിയപ്പോൾ ആ ബേസ് എടുത്താണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. ആദ്യം ഈ ലൂഫ നമുക്ക് നല്ലോണം കഴുകിയെടുക്കണം. ഞാനൊരു 5-6 പ്രാവശ്യം ഇത് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം നോർമൽ വാട്ടറിൽ ഒരു 4-5 പ്രാവശ്യം കഴുകിയെടുത്തു. അപ്പോഴൊന്നും ശരിക്കും അതിൻ്റെ അഴുക്ക് പോയി എന്നുള്ളൊരു സമാധാനം കിട്ടുന്നില്ലായിരുന്നു കേട്ടോ. നല്ലോണം സീഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ അതിലേക്ക് തോന്നുന്ന പാകത്തിയത് കുറച്ചുള്ളായിരുന്നു. ബാക്കിയൊക്കെ ഒരു വൈറ്റ് കളറായിട്ടുള്ളതായിരുന്നു. ബ്ലാക്ക് കളർ സീഡാണ് അതിൻ്റെ പാകത്തെ സീഡ്സ്. എനിക്ക് തോന്നുന്നു അത് ഒരു പക്ഷേ നമുക്കത് പാഗ്യം ഉണ്ടാകും തോന്നുന്നുണ്ട് കേട്ടോ. ഞാനതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, പാഗ്യം നോക്കണം. അപ്പം നല്ലോണം കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അടുത്തത് നമുക്ക് ഒരു 245 ഗ്രാം റോസിൻ്റെ ബേസാട്ടോ. റോസ് എക്സ്ട്രാക്ട് വിത്ത് കളറാണ് കേട്ടോ ആ ബേസ്. അപ്പോൾ അതിലേക്ക് ഞാൻ അത്രേ ഉള്ളായിരുന്നു ആകെ. അപ്പോൾ അത് ഒരു 5 സോപ്പിനുള്ളതെങ്കിലും വേണമെന്ന് കരുതിയിട്ട് ഞാനൊരു 182 ഗ്രാം ഗ്ലിസറിൻ സോപ്പ് ബേസും എടുത്തിട്ടുണ്ട് കേട്ടോ. ട്രാൻസ്പെറൻ്റ് ആണ്. പിന്നെ അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ പ്രീമിയം റേഞ്ചിൽ വരുന്നതല്ല കേട്ടോ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്യാൻ പറ്റിയിരുന്നു. നല്ല ചെറിയ ക്യൂബ്സാക്കി കട്ട് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് മെൽറ്റ് ചെയ്ത് കിട്ടും കേട്ടോ. ഇത് ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് പറയാണ്. ചിലർ ചോദിക്കുന്നുണ്ട് ഇതെന്താ, ഈ സാധനം എന്താണ്, ഈ കട്ട എന്താണ്. ഇത് വെച്ചാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്നത്. ഇതില്ലാണ്ട് ഉണ്ടാക്കാം, അത് നമുക്ക് വേറെ നമ്മൾ കിറ്റൊക്കെ വാങ്ങിച്ച് ചെയ്യാം. നമ്മളിപ്പോൾ മെൽറ്റ് ആൻഡ് പോർ സോപ്പ് ഉണ്ടാക്കുന്നെങ്കിൽ സോപ്പ് ബേസ് എന്തായാലും വേണം. അതാണ് ഈ സംഭവങ്ങൾ. ഇതിൽ കളർ വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ ആ ബേസിലേക്ക് കളറും എക്സ്ട്രാക്റ്റും ആഡ് ചെയ്യുമ്പോഴാണ് അതിന് ഓരോ സോപ്പ് ബേസിന് ഹണി ബേസ് എന്നും റോസ് ബേസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ 2 ബേസും ഞാൻ ഒപ്പം തന്നെ മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒപ്പം കട്ട് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളടുത്ത് ബേസൊക്കെ അവൈലബിൾ ആണ്, വേണ്ടവർ കോൺടാക്ട് ചെയ്യണം. ഫ്രാഗ്രൻസ് ഓയിലുണ്ട്, മോൾഡ് ഉണ്ട്. റോസിൻ്റെ ബേസ് സ്റ്റോക്ക് വെച്ചിട്ടില്ല. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ സ്റ്റോക്ക് വെക്കാം. ഇതിപ്പോൾ ഈ റോസിൻ്റെ ബേസ് വെച്ച് തന്നെ ചെയ്യണമെന്നൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള ബേസ് എടുക്കാം. ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് അലോവേറ മാത്രം കേട്ടോ. അലോവേറ കുറച്ച് അരിച്ചെടുത്ത് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് നോർമൽ വാട്ടറിൽ കഴുകിയ ലൂഫ് എടുത്ത് നല്ലോണം തിളപ്പിച്ചെടുത്ത് അതിൻ്റെ വെള്ളമൊക്കെ മാറ്റിയിട്ട് വേണം നമുക്ക് ഉപയോഗിക്കാൻ കേട്ടോ. നല്ലോണം
തിളച്ച വെള്ളത്തിലിട്ട് ആ ലൂഫ നല്ലോണം മുക്കി പ്രസ് ചെയ്ത് അതിലുള്ളതൊക്കെ കളയുന്നുണ്ട് കേട്ടോ. അതിലെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. പിന്നെ നമ്മൾ സോപ്പ് ഉണ്ടാക്കുമ്പോൾ ഈ ലൂഫയിലുള്ള വെള്ളമൊക്കെ നമ്മൾ പിഴിഞ്ഞെടുക്കണം കേട്ടോ. ഉണക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. കാരണം നമ്മൾ സോപ്പ് ഉണ്ടാക്കുമ്പോൾ അതിൽ വെള്ളത്തിൻ്റെ ഒരു ആവശ്യം അവിടെ ഇല്ല കേട്ടോ. വെള്ളം ചേരുമ്പോഴാണ് നമ്മൾ സോപ്പ് പെട്ടെന്ന് ചീത്തയാവുക കേട്ടോ. അപ്പോൾ അത് നല്ല തിളപ്പിച്ചൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ലൂഫ. ഇനി ഈ വെള്ളത്തിൽ തന്നെ വെച്ച് ഞാൻ സോപ്പ് ബേസ് മെൽറ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. ഏതായാലും വെള്ളം തിളച്ചതാണല്ലോ. അപ്പോഴേക്കും നമുക്ക് ആ മെൽറ്റ് ആവുന്ന ടൈമിൽ നമുക്ക് മോൾഡിൽ നമ്മുടെ ലൂഫൊക്കെ സെറ്റാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ലൂഫൊക്കെ ഒരു ഭംഗിയൊക്കെ വെച്ചില്ലേ, 3 ഹോളൊക്കെ വന്ന് കാണാൻ ഒരു ഭംഗിയുണ്ടല്ലേ. ഭംഗി എനിക്ക് തോന്നുന്നുണ്ട്, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് അറിയില്ല. അപ്പോൾ ലൂഫ് അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആറ് ലൂഫിൻ്റെ പീസ് കിട്ടിയിരുന്നു കേട്ടോ. പക്ഷെ 5 സോപ്പിനുള്ളത് നമുക്ക് ബേസ് ഉണ്ടായതുള്ളൂ. നല്ലതാട്ടോ ഇങ്ങനെയൊക്കെ സോപ്പ് ഉണ്ടാക്കി വെച്ചാൽ നമ്മളെ മക്കൾക്ക് അവർ തന്നെ സോപ്പ് ഉപയോഗിക്കുമ്പോൾ അതിൽ തന്നെ സ്ക്രബ്ബർ വരുമ്പോൾ മക്കൾക്കും സുഖം നമുക്കും സുഖം. കുഞ്ഞു മക്കളൊക്കെ ഒറ്റയ്ക്ക് കുളിക്കുന്ന ടൈമിലൊക്കെ കൊടുക്കാൻ. പിന്നെ നമ്മൾ അരിച്ചെടുത്ത അലോവേര ജ്യൂസ് ഇതിലേക്ക് അരിച്ചെടുത്ത് നമുക്ക് ഈ ബേസിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അരിച്ച് തന്നെ എടുക്കണം കേട്ടോ. കാരണം ഞാൻ അലോവേര മാത്രമേ എടുത്തിട്ടുള്ളായിരുന്നു, അതുകൊണ്ട് ശരിക്കും അരഞ്ഞിട്ടില്ലായിരുന്നു. അലോവേരൻ്റെ പീസായിട്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ അലോവേര ജെല്ല് വേണമെങ്കിൽ ഉപയോഗിക്കാം. എൻ്റെ അടുത്ത് അപ്പോൾ അലോവേര ജെല്ല് അവൈലബിൾ അല്ലായിരുന്നു, അതാണ് ഞാൻ ഡയറക്റ്റ് അലോവേര എടുത്തത്. പിന്നെ റോസ് ജെല്ല് എടുക്കാം, റോസ് വാട്ടറൊക്കെ ആഡ് ചെയ്യാം കേട്ടോ ഇതിലേക്ക്. അപ്പോൾ നമ്മുടെ 2 ടൈപ്പ് ബേസ് ആയതുകൊണ്ട് മെൽറ്റായി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. 2 കാറ്റഗറി അല്ലേ. പിന്നെ ഒരുപാട് ആൾക്കാർ എത്ര സോപ്പ് ഒരു kg ബേസ് കൊണ്ട് എത്ര സോപ്പ് ഉണ്ടാക്കാം, എത്ര രൂപക്കാ കൊടുക്കുന്നത്, അങ്ങനെ കുറേ ഡൗട്ട് ചോദിച്ചിരുന്നു. ഇതൊക്കെ ക്ലിയർ ചെയ്യണത് ഞാൻ ചെയ്യാം കേട്ടോ. ഞാനൊക്കെ ഒരു 4 വർഷമായി സോപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അതിലുള്ള ഒരു അനുഭവങ്ങളൊക്കെ വെച്ച് ഇൻഷാല്ല ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ട്. ഈ ഫസ്റ്റ് ആയിട്ട് തുടങ്ങുന്നവരും ഇതൊരു ബിസിനസ്സായിട്ട് കൊണ്ടുപോകണം എന്നുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതിൽ നിന്ന് എത്രത്തോളം നിങ്ങൾക്ക് വരുമാനം പ്രതീക്ഷിക്കാം എന്നൊക്കെയുള്ള ഒരു വീഡിയോ ഇൻഷാല്ല ഞാൻ ചെയ്യണ്ട്. അപ്പോൾ നമ്മുടെ ബെൽറ്റും നമ്മുടെ ബേസും നമ്മുടെ അലോവേര ജെല്ലും ഒക്കെ കൂടി മെൽറ്റായി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിലേക്ക് വിറ്റാമിൻ ഇ ഓയിലാണ് ഇപ്പോൾ ആഡ് ചെയ്യാൻ പോകുന്നത്. ഇത് കോൺസെൻട്രേറ്റ് ഓയിലാട്ടോ വിറ്റാമിൻ്റെ. പിന്നെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ബദാം ഓയിലാട്ടോ. അഞ്ച് സോപ്പിലേക്കുള്ള കൂട്ടാണ് നമ്മൾ ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ലോണം മെൽറ്റൊക്കെ ആയി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ 2 സോപ്പ് ബേസും. ഇപ്പോഴും നോക്കിയേ റോസ് കളർ തന്നെ കേട്ടോ നമ്മുടെ ബേസ് ഇരിക്കുന്നത്. ഇനി ഇതിലേക്കൊരു 15 മില്ലി റോസിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലാട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ റോസിൻ്റെ ഫ്രാഗ്രൻസ് ഓയിൽ വേണമെന്നുള്ളവർ കോണ്ടാക്ട് ചെയ്യണേ. അത് ഫ്രാഗ്രൻസ് ഓയിൽ എല്ലായിടത്തേക്കും എത്തിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇത് നമുക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 5 സോപ്പിലേക്കുള്ള സോപ്പ് ബേസ് ആണ് കേട്ടോ നമുക്ക് ഉണ്ടായത്. അപ്പോൾ ഒന്നിലേക്കുള്ളത് കിട്ടിയില്ല.
അപ്പോൾ നമ്മൾ 5 മോൾഡ് ഫില്ല് ചെയ്ത് ഇനി ഒരു 2 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ കൊടുക്കാം കേട്ടോ. അപ്പോഴേക്കും നല്ല സോപ്പ് റെഡിയാവും. അപ്പോൾ കണ്ടോ നമ്മളെ സ്ക്രബ്ബർ സോപ്പ് വഴി റെഡി ആയിട്ടോ. അത് മോളാട്ടോ എടുക്കുന്നത്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് സോപ്പ് മോൾഡിൽ നിന്ന് എടുക്കുന്ന സംഭവം. അപ്പം ഉമ്മച്ചി ഞാൻ എടുക്കാമെന്ന് പറഞ്ഞിട്ട് എടുക്കുക കേട്ടോ ആളെ. അപ്പോൾ ഉണ്ടോ നല്ല നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ, കാണാനും ഭംഗിയുണ്ടായിരുന്നു. ഞാൻ കയ്യിലൊക്കെ ഒന്ന് ജസ്റ്റ് വാട്ടർ ആക്കിയിട്ട് ഒഴിച്ചൊക്കെ നോക്കിയിരുന്നു കേട്ടോ. നല്ല സ്ക്രബിങ് ഫീലിംഗ് തന്നെയാണ്. ഓവറായിട്ട് നമുക്ക് എന്താ ബുദ്ധിമുട്ടാവുന്ന തരത്തിൽ മുറിവോ ഒന്നും ആവുന്നില്ല. ഒരു സ്ക്രബ്ബർ എടുത്ത് എങ്ങനെ നമ്മൾ കുളിക്കുന്ന അതേ ഒരു ഫീലിംഗ് കേട്ടോ. വേണ്ട സോപ്പ് അടിപൊളി സോപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബേസ് ഫ്രാഗ്രൻസ് ഓയിലൊക്കെ വേണം, എല്ലാവരും കോൺടാക്ട് ചെയ്യണം. സോപ്പും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യണം. നമ്മൾ എത്രയും നമുക്ക് കെമിക്കൽ ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റും അത്രയും കെമിക്കൽ ഫ്രീ ആയിട്ടാണ് നമ്മൾ ഓരോ പ്രൊഡക്റ്റും കൊടുക്കുന്നത്, സോപ്പായാലും ഷാമ്പു ആയാലും. അപ്പോൾ ഓക്കെ, എല്ലാവരും വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതാണ് എല്ലാവരും, അധികം ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത്. എന്താ അതിൻ്റെ റീസൺ എന്നറിയില്ല. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളെ മെഷർമെൻ്റ് ഒക്കെ എടുത്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് 82 ഗ്രാം ഉണ്ട്, ഒക്കെ ഒരു 70ൻ്റെ താഴേക്ക് ഒന്നും വന്നിട്ടില്ല കേട്ടോ. 80, 82, 90, 91 അങ്ങനെയൊക്കെ ഒരു റേഞ്ചിലായിരുന്നു കേട്ടോ. 72 ഇതായിരുന്നു കുറച്ച് കുറവുള്ളത്. ബാക്കിയുള്ളതൊക്കെ 80ൻ്റെ മുകളിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. 93, 92 ഒക്കെ ആയിരുന്നു. അത്യാവശ്യം വെയിറ്റും ഉണ്ടായിരുന്നു സോപ്പൊക്കെ കേട്ടോ.